ഹലോ. ആ, ഓക്കെ 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 ഓക്കെ. ഹലോ. ഞാനില്ലേ, ഞാൻ ഇന്നാളൊരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയി. അപ്പോൾ ലിസാൻ എന്നാണ് പേര്, ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ അവൻ്റെ ആരൊക്കെയോ മിനിക്കോ ഐലൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ഞങ്ങളുടെ ഐലൻഡുകൾ ആയിട്ടൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. വളരെ സ്പെഷ്യലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. അവരുടെ ഡ്രസ്സിങ്, ഭാഷ, അവർക്ക് സ്വന്തമായിട്ട് ലിപിയൊക്കെയാണ്, ഞങ്ങൾക്കതൊന്നുമില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലൈഫ് സ്റ്റൈൽ ഒക്കെ ഡിഫറെൻ്റാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനും. ഞാൻ ഇത്രവരെ കണ്ടിട്ടില്ല, ആ ഐലൻഡ് കണ്ടിട്ടില്ല. എന്തെങ്കിലും ഐ വിഷ് കാണണം, പറ്റണം. അപ്പോൾ അവിടെ പോയപ്പോൾ ആ ഐലൻഡിൽ പോയപ്പോൾ അവനെ കാണാൻ പോയപ്പോൾ അവൻ എനിക്കൊരു ഒരു പൊതി എനിക്കിങ്ങോട്ട് തന്നു. മിനിക്കോ ഐലൻഡിലുള്ള കുറച്ച് പ്രൊഡക്ട്സാണ്. അവിടെ നിന്ന് വന്ന ആൾക്കാർ അവന് കൊടുത്തതാണ്. അപ്പോൾ അവൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് എനിക്ക് ഇതിൽ നിന്ന് കുറച്ച് തന്നു. ഫസ്റ്റ് ടൈമാണ് ഞാനിത് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനെ വന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഇങ്ങനൊരു സാധനമാണ്. ഇതിൻ്റെ പേര് കുക്ക്ഡ് സ്മോക്ക്ഡ് ട്യൂണ ഫ്രൈ, റെഡി ടു സെർവ്. ഓക്കെ, അപ്പോൾ സ്മോക്ക് ചെയ്ത ട്യൂണ ഫ്രൈ ആണ്, ഫ്രൈഡ് ട്യൂണയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് കുക്ക്ഡ് സ്മോക്ക്ഡ് ട്യൂണ, അതായത് ഞങ്ങളുടെ ഇവിടുത്തെ മാസാണെന്ന് തോന്നുന്നു. മാസ് കഴിച്ചിട്ടുണ്ടാവില്ലേ ആരെങ്കിലുമൊക്കെ? മാസാണ് ഇതിൻ്റെ സാധനം. പിന്നെ സ്പൈസസ് ഉണ്ട്, കറി ലീവ്സ് ഉണ്ട്, വെജിറ്റബിൾ ഓയിലുണ്ട്, ആവശ്യത്തിന് സോൾട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഇതെങ്ങനെയാണ്. വെൽ പാക്ക്ഡ്. ഇതിൻ്റെ അകം ഒരു ബ്ലാക്കിഷ് കളർ. അയ്യോ, ഞാൻ ഇങ്ങനെ ഒരു സാരി ഇതുവരെ കഴിച്ചിട്ടില്ല. ഓക്കെ, ഇത് അവരുടെ ഒരു മിഹാക്കുറ എന്ന് പറഞ്ഞ സാധനം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് അതല്ല, കുറച്ച് സ്പൈസിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അങ്ങനെ ഒരു ടേസ്റ്റ്, ഫ്രൈ ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് പോയോന്നില്ല. മിനിക്കോയിലെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് വേണമെങ്കിൽ ഇത് ചമ്മന്തിൻ്റെ കൂടെയൊക്കെ ആഡ് ചെയ്ത് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കൊള്ളാം കേട്ടോ, കഞ്ഞീൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ തേങ്ങാച്ചോറിൻ്റെ സൈഡ് ഡിഷായിട്ടൊക്കെ ഉപയോഗിക്കാം. നല്ല സാധനമാണ്, കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. ഓക്കെ, അപ്പോൾ അടുത്ത സാധനം കാണിച്ചു. സത്യം പറഞ്ഞാൽ കണ്ടാൽ ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനൊരു സാധനം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചതെന്താണെന്നറിയോ? നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വന്നതെന്ന് ജസ്റ്റ് കമൻറ്റ് ബിലോ. എനിക്ക് ആദ്യം കണ്ടപ്പോൾ കൊപ്ര പിണ്ണാക്കാണ് ഓർമ്മ വന്നത്. നാട്ടിലുള്ളപ്പോൾ കൊപ്രയൊക്കെ ആട്ടാൻ കൊടുക്കും, നിങ്ങളവിടെ എന്താ പറയുന്നത്, മില്ലിൽ കൊടുക്കുമല്ലോ. അതിനുശേഷം കൊപ്ര പിണ്ണാക്ക് വേറെ, ഓയിൽ വേറെ ആയിട്ട് തരും. എനിക്കതാണ് ആദ്യം ഓർമ്മ വന്നത്.
പക്ഷേ പിന്നീട് വായിച്ചപ്പോൾ ഇതിൻ്റെ പേര് വായിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഫിഷ് വാഫേഴ്സ് എന്നാണ്. ഐ ഡോണ്ട് നോ ഇറ്റ്സ് സ്പെൽഡ് കറക്റ്റ് ഓർ നോട്ട്. ഫിഷ് വാഫേഴ്സ് എന്നാണ് ഇതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ, വഫർ ക്യാൻ ബി മൈക്രോവേവ്ഡ്. അപ്പോൾ എൻ്റെ അടുത്ത് മൈക്രോവേവ് ഇല്ല. ഓർ ഫ്രൈഡ് ഇൻ വെജിറ്റബിൾ ഓയിൽ ഫോർ സെർവിങ്. ഓക്കെ, അത് നമുക്ക് പിന്നീട് കുക്ക് ചെയ്ത് കഴിക്കേണ്ടതാണ്. എന്താണ് എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പോൾ എന്താണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്താ പറഞ്ഞ് നമുക്ക് നോക്കാം. ഇൻഗ്രീഡിയൻസ് ഡ്രൈഡ് ട്യൂണ പൗഡർ. ഓക്കെ, അപ്പോൾ മാസ് പൊടി ആയിരിക്കുമോ, അല്ലെങ്കിൽ ഉണക്കി. ഇത് ഫുള്ള് ട്യൂണ ആണ്. അവിടുത്തെ ട്യൂണ ആണ് മെയിൻ അവരുടെ. കോൺഫ്ലവർ, ടാപ്പിയോക്ക പൗഡർ, ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്, ആൻഡ് സോൾട്ട്. അപ്പോൾ ഇത് 3 സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അത്രയൊന്നും കാണുന്നില്ല. Look at that. Oh my god. I'm so nervous and excited to taste it. Oh, ഇത് എൻ്റെ അമ്മ പൊട്ടുന്നില്ല. You heard that? അപ്പോൾ ഒരു ചെറിയ പീസ് എടുത്തു. എന്താ ഇത്? ഇതവിടെ തന്നെ വെച്ചേക്കാം. ഒരുപക്ഷെ ഇങ്ങനെ എല്ലാവർക്കും ഇത് കഴിക്കുന്നതാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല, പറഞ്ഞുതരാൻ. ഇതൊക്കെ കഴിച്ച് തന്നെ മനസ്സിലാക്കണം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. സോ ഇതിനിപ്പോൾ വെജിറ്റബിൾ ഓയിലൊന്ന് സ്റ്റെയർ ഫ്രൈ ചെയ്തിട്ടൊന്ന് നോക്കാം ഇതെന്താണെന്നൊക്കെ. അപ്പോൾ എനിക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇതെല്ലാവരും കഴിച്ചിട്ടുണ്ടാകും, ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ. ഒരുപക്ഷെ ഇതിൻ്റെ പ്രൊഡക്ട്സ് ഞാൻ കഴിച്ചിട്ടുണ്ടാകാം, എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു ക്യാൻഡ് ഇത് ക്യാൻഡ് നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ക്യാൻഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം. ഇത് ക്യാൻഡ് ട്യൂണ ആണ്, ലൈറ്റ് മീറ്റാണ് ട്യൂണയുടെ, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഇതെന്തായാലും കുക്ക്ഡ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പകുതിയെങ്കിലും കുക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് അല്ലേ ഓൾമോസ്റ്റ് എല്ലാവരും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും കാണുന്നില്ല. അവർ പുറത്ത് എഴുതിയിട്ടുണ്ട് കണ്ടെയ്ൻസ് ഒമേഗ 3. അത്രയേ ഉള്ളൂ. ലൈറ്റ് വെയ്റ്റ് ട്യൂണ, സൺഫ്ലവർ ഓയിൽ ആൻഡ് സോൾട്ട് ഫോർ ടേസ്റ്റ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യട്ടെ. ഇങ്ങനെ തന്നെ ഇല്ല. ഞാൻ വിചാരിക്കും എവിടെ നിന്നായി സ്മെല്ല് വരുന്നത്. സംതിങ് ഡിഫറെൻറ്റ് സ്മെൽ. Look at that color and that texture of this meat. Oh my gosh, I love it. സൺഫ്ലവർ ഓയിലിൽ ഇങ്ങനെ കൊളിച്ച് കിടക്കാം നമുക്ക്.
ഇതെന്തായാലും ഇപ്പം ഞാൻ കുക്ക് ചെയ്യാൻ എടുക്കും. അതുകൊണ്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്തത്. ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇതിങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ? നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. എനിക്കൊരുപാട് ഇഷ്ടമായി. ഈ മൂന്നിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ ലക്ഷദ്വീപ് സ്റ്റൈലിൽ വെന്തത് വെക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതിലേക്കായിരിക്കും ഇത് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ. ടാറ്റാ, ബൈ ബൈ.